നമസ്കാരം. ചിങ്ങമാസത്തിൽ കുബേരയോഗത്താൽ ധനാഭിവൃദ്ധിയും അതുപോലെ നേട്ടവും സർവൈശ്വര്യവും കൈവരിക്കുന്ന 6 നക്ഷത്രക്കാരുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ നാളുകാർക്കും എപ്പോഴും ലഭിക്കുന്ന ഭാഗ്യമല്ല കുബേരയോഗം എന്നത്. ചില നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം സർവ ഐശ്വര്യവും ധനനേട്ടവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ നാളുകളാണെന്ന് നോക്കാം. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുബേരയോഗം എന്ന് നാം കേട്ടിട്ടുണ്ടാവും. ഈ യോഗം ധനത്തിൻ്റെയും സമ്പന്നത്തിൻ്റെയും കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കുബേരന് തുല്യമായി മനുഷ്യൻ മാറുന്ന അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും ലഭിക്കുന്ന ഭാഗ്യമല്ല ഇത്. ചിങ്ങമാസം പിറക്കുമ്പോൾ താഴെ പറയുന്ന ഇനിയും പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാർക്ക് കുബേരയോഗം വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇവ എന്നത് നമുക്ക് ഓരോന്നോരോന്നായി പറയാം. ആദ്യം തിരുവോണം നക്ഷത്രമാണ്. ഇതിൽ ആദ്യ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് വരുന്നത്. ഇവർക്ക് ഇതുവരെയുള്ള ദുഃഖം മാറുന്ന സമയമാണ് ഇനിയും വരാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ കുബേരൻ്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും ഇവർ ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും ധനം വന്നു ചേരുകയും ചെയ്യും. കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന രീതിയിൽ ഇവർ എത്തും. സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൊടുമുടി കയറാൻ പോകുന്ന സമയമാണിത്. വീട്ടിൽ തിരുവോണ നക്ഷത്രമുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യമാണെന്ന് ഓർക്കുക. അടുത്തത് മൂല നക്ഷത്രമാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മൂല നക്ഷത്രം. ഇവർക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. കുബേരൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് സമ്പന്നതയുടെ ദിവസങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിലുള്ള മനപ്രയാസത്തിൻ്റെ കാലം മാഞ്ഞു പോകുന്നു. കുബേരയോഗത്താൽ സമ്പന്നത കൈവരുന്ന നാളുകളാണ് ഇവ. ഇവരുടെ ജീവിതത്തിലുള്ള മനപ്രയാസത്തിൻ്റെ കാലം മാഞ്ഞു പോകുന്നു. കുബേരയോഗത്താൽ സമ്പന്നത കൈവരുന്ന ദിനങ്ങളാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത്. മൂല നക്ഷത്രത്തിൽ ഗ്രഹനാഥന്മാരുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് മുഴുവൻ നല്ല കാലം വന്നു ചേരും. ധനക്ലേശമെല്ലാം മാറിക്കിട്ടും. കുബേര ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അടുത്തത് പൂയ നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിലെ ശത്രുദോഷം അവസാനിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇവരെ എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള ദിവസങ്ങളാണ് വരുന്നത്. എല്ലാം കൊണ്ടും ഐശ്വര്യം വരുന്ന ദിവസങ്ങളാണ് ഇവർക്കിനിയും വരാൻ പോകുന്നത്. കുബേരയോഗത്താൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന നാളുകളാണ് ഇവർ. ധനാഭിവൃദ്ധി ഇവരെ തേടിയെത്തുന്നു. അടുത്തത് അശ്വതി നക്ഷത്രമാണ്. ഇവർ ചിങ്ങം പിറക്കുന്നതോടെ ഇവർക്ക് കുബേരയോഗത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് വേണം പറയാൻ. ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായി പല മുന്നേറ്റങ്ങളും ഉണ്ടാകുന്നു. പല രീതിയിലും ഇവർക്ക് ധനം സമ്പാദിക്കാനുള്ള മാർഗം ഉണ്ടാകും. ഇവർക്ക് നിർണായകമായ പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന പല നേട്ടങ്ങളുടെയും ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്തത് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രം ഇവർക്ക് ജീവിതത്തിൽ ഇതുവരെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. കുബേരൻ്റെ അനുഗ്രഹത്താൽ ദുരിതങ്ങൾ തീർന്ന് ധനം ധാരാളമായി വരാൻ സാധ്യതയുണ്ട്. സ്വന്തമായി സമ്പാദിക്കാൻ പോകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് സ്വന്തമായി കൂടുതൽ സാധാരണ സമ്പാദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വരുമാനം കിട്ടുന്ന ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഇവർ ധനത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് രേവതി നക്ഷത്രം. ഇവർക്ക് ജീവിതത്തിലെ പല വഴിത്തിരിവുകളും ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. എല്ലാം കൊണ്ടും സാമ്പത്തികമായി ഉയർച്ചയും അതുപോലെ കടബാധ്യതകളിൽ നിന്നുള്ള ഉയർച്ചയും നേടാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇവരുള്ള വീട്ടിൽ തന്നെ അതിൻ്റെ ഗുണം ബാക്കിയുള്ളവർക്കും ലഭിക്കുന്നതാണ്. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം വീട്ടിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ലഭിക്കുമെന്ന് അർത്ഥം. ഇത്രയും ഈ പറഞ്ഞ 6 നാളുകാർക്കാണ് ചിങ്ങമാസത്തിൽ തുല്യമായ, അതായത് കുബേരയോഗത്താൽ ധനാഭിവൃദ്ധി നേടുകയും അതുപോലെ സർവൈശ്വര്യവും ധനനേട്ടവും ഒക്കെ വരുന്ന നാളുകൾ. ജ്യോതിഷ സംബന്ധമായ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നന്ദി.